മൈ ഗൈസ്, വെൽക്കം ടു മൈ ഡെയിലി വ്ളോഗ് സീരീസ് ഡേ 1. ഇനിയുള്ള ദിവസങ്ങളിൽ ഡെയിലി വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ. സോ ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പിറുർത്തോണ്ടിരിക്കണമെന്ന് എനിക്ക് അറിയില്ല, കാരണം സൗണ്ട് ഓഫ് ആക്കിയിട്ടാണ് വീഡിയോ എടുത്തതിന്. ഐ തിങ്ക് ഞാൻ ഫിൽറ്റർ ഇട്ടിട്ടാണ് രസം എന്നുള്ളത് ആക്കരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു 8:15 കഴിഞ്ഞേക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇച്ചെങ്ങാണ്ട് ഞാനും പുറട്ടി ഇറങ്ങാണ്ട് ഞാൻ വിളിക്കുന്നുണ്ട്. ബട്ട് ഓനക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞാണ്ട് ഞാൻ നേരെ നടന്ന് ബസ് സ്റ്റോപ്പിൽ കിട്ടാം. ഞാൻ നേരത്തെ എത്ര സമയത്ത് ബസ് 1-2 മിനിറ്റ് ലേറ്റ് ആവും. ഞാൻ ലേറ്റായി എത്ര സമയത്ത് ബസ് 2 മിനിറ്റ് നേരത്തെ വരും കേട്ടോ. എന്താ ഈ ബസ്സിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. സോ ഒരു 10-15 മിനിറ്റ് എൻ്റെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് 15 മിനിറ്റ് ഒന്നും ഇല്ല. അപ്പോൾ അവിടെ നേരെ എത്തിയതിന് ശേഷം പണിയെടുക്കാനല്ല, രാവിലെ തന്നെ പോവുക, പണി അങ്ങോട്ട് എടുക്കുക. സോ എനിക്ക് ഇൻവോയ്സ് കുറച്ച് കമ്പ്യൂട്ടറിൽ ആഡ് ചെയ്യാനുണ്ടായിന്. ആ പരിപാടിയാണ്. ഫോണിലൊരു 24 മണിക്കൂർ നോക്കിയിരുന്നാലും ചടക്കാത്ത എനിക്കിത് വലിയ ടാസ്ക്കാണ്. കാരണം ഇതിൽ കണ്ണ് അങ്ങോട്ട് അടിച്ചു പോകും കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കുമ്പോഴത്തേനിട്ടാ. സോ ഞാനത് എങ്ങനെയൊക്കെയോ മടിച്ചാണ് എപ്പോഴും ചെയ്യൽ. കാരണം എപ്പോഴും കുറച്ച് നേരം നോക്കിയിരിക്കുമ്പോഴത്തേന് കണ്ണിന് നല്ല സീൻ വരും കേട്ടോ. ഈ അക്കരപ്പച്ച തിങ്ങുണ്ടല്ലോ, അതില്ലൊരു വ്യക്തിയാണ് കേട്ടോ ഞാൻ. അതായത് പണിയില്ല ടൈമിൽ പണിയില്ലാത്ത ടൈം മിസ് ചെയ്യും, പണിയില്ലാത്ത ടൈമിൽ പണിയില്ല ടൈം മിസ് ചെയ്യും. മനസ്സിലായ? അതായത് തന്നെ അവിടെ നിൽക്കുമ്പോൾ ഇത് നിൽക്കുമ്പോൾ അവിടെ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മനുഷ്യനാണ് കേട്ടോ ഞാൻ. ഇപ്പം ഇതിൻ്റെ ബാക്കിൽ കൂടെ പോണ ആളാണ് ഗ്രീഷ്മ. ഇപ്പോൾ ഈ വീഡിയോയിൽ ഓളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ഈ എന്തിനാ എൻ്റെ വീഡിയോയിൽ എടുത്തതെന്നൊക്കെ ചോദിക്കട്ടോ. ആളൊരു പാവമാണ്. എൻ്റെ ഇവിടുത്തെ മെയിൻ കമ്പനിയാണ് കേട്ടോ ഓള്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കണ്ണ് നോക്കി ഫൈനലി ഞാനത് അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കും കേട്ടോ. അങ്ങനെയാണ് എന്നും ഉണ്ടാവല്. കുറച്ച് നേരം ഫോണുമ്പോൾ കളിക്കും, കുറച്ച് നേരം അത് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെ ഒരു ദിവസത്തെ അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കി പോകും. എൻ്റെ മെയിൻ പരിപാടി അത് തന്നെയാണ്. പിന്നെ പേഷ്യൻസ് വരുമ്പോൾ ഡിസ്പെൻസ് ചെയ്യുക, ഇതൊക്കെ തന്നെ ഒരു ഫാർമസിസ്റ്റിൻ്റെ പരിപാടി. ഞാൻ പറഞ്ഞിട്ട് വേണ്ടല്ലോ. നമ്മളെ നാട്ടുകാർ പറയും, ഇജെന്താ മരുന്ന് കടയിലാണോ നിൽക്കുന്നത്, ഇജെന്തിനാ മരുന്ന് കടൻ്റെ കോഴ്സ് പഠിച്ചത് എന്നിട്ടോ. കേൾക്കുമ്പോഴേ കയറാനൊരു പ്രഷറുണ്ട്. എൻ്റെ റബ്ബേ, ഓഫ് എന്തെന്നെ നമ്മളിതാക്കിയാലും ഓല അതിനൊരു ഡബിൾ ആയിട്ടുള്ളൊരു സംഭവം കണ്ടെത്തിയിട്ട് വരും. എന്നിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത കോലത്തിലാണ് പറയും. ഞാനൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ പറയും, ഞാൻ ഫാർമസിസ്റ്റോ അവനെ പഠിക്കുന്നത്. അപ്പോൾ എന്ത് ഫാർമസിസ്റ്റോ? അപ്പോൾ അവർക്ക് മനസ്സിലാവില്ല. ഞാൻ പറയും, ഈ നമ്മളെ ഈ മെഡിസിൻസ് മരുന്ന് കട അങ്ങനെ പറഞ്ഞ ഫാമിലി മെമ്പേഴ്സും ഉണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതാട്ടോ. നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചത് മരുന്ന് കടയിൽ നിൽക്കാനാണോ ഈ പഠിക്കണേന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ കുറച്ച് നേരത്തെ എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞാണ്ട് ഞാൻ കുറച്ച് നേരം ഫോണിലൊക്കെ കളിച്ച് അങ്ങനെ ഇരിക്കട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് ഷോൾ ഇങ്ങനെ ഇടേണ്ട കുറച്ച് നേരം ചുറ്റിയിടാന്നുള്ളൊരു ഇത് വന്നത് കേട്ടോ. സ്വാഭാവികമായിട്ടും എനിക്ക് ഈ ചുറ്റിയിട്ടവരൊക്കെ കാണുമ്പോൾ വേറൊരു വൃത്തി അങ്ങോട്ട് തോന്നും. നല്ലൊരു മനുഷ്യക്കോലത്തിലുള്ള മനുഷ്യന്മാരെ മാറിയായിട്ട് തോന്നും. അപ്പോൾ ഞാൻ ചുറ്റിട്ടതിന് എൻ്റെ മുഖത്ത് കാണിച്ച രസം ഉണ്ടാവില്ല, ഒരു മത്തങ്ങ പോലത്തെ എന്തോ ഒരു വൃത്തികെട്ട മുഖമായിട്ട് എനിക്ക് തോന്നും. സോ ഞാൻ അതിന് നിൽക്കാറില്ല. ബട്ട് വെറുതെ ഇരുന്നപ്പോൾ ഇതൊക്കെ ഒരു രസമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇട്ടോക്കിയതാട്ടോ. നെക്സ്റ്റ് പരിപാടി എനിക്കുണ്ടായിരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്റ്റോക്ക് ക്ലിയറൻസ് ഉണ്ടായിന്. മെഡിസിൻസിൻ്റെ കറക്റ്റ് കൗണ്ടൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാണ്ടായിരുന്നു. സോ അതിൻ്റെ പരിപാടിയിലുണ്ട് കുറച്ച് നേരം. പിന്നെ ഞാൻ തന്നെ എൻ്റെ ചൊറുക്ക് ഇടയ്ക്കിടയ്ക്ക് ആസ്വദിക്കുന്നുണ്ട്. കാരണം ഞാൻ ഇങ്ങനെ കാണുമ്പോൾ എനിക്കിന്നൊരു ഷൊണ്ണായിട്ടാണ് കറക്റ്റ് തോന്നുന്നത് കേട്ടോ. ഞാനത് ഓൾറെഡി ചോദിക്കുന്നുണ്ടായിനി, എങ്ങനെ ഉണ്ട് ഇങ്ങനെ ഇട്ടിട്ട് വൃത്തികേടുണ്ടോ എന്നിട്ടോ. ഒരു 4:30 അല്ല, ഒരു 4:15 ആകുമ്പോഴത്തേന് എനിക്ക് പോകാമല്ലോ ബസ് വരും. സോ ഞാൻ അതിലും കയറി ഷോപ്പിനോട് ടാറ്റ ബൈ ബൈ നാളെ വരാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങും കേട്ടോ. ബസ്സിലാണ് കയറി കഴിഞ്ഞാൽ പിടിച്ച് നിൽക്കാതെ കഴിവില്ല. അപ്പോൾ ഒരു തൂണൻ കണ്ടുപിടിക്കും, എന്നിട്ട് അയിമ അങ്ങോട്ട് പിടിച്ച് നിൽക്കും. പിന്നെ അയിമെന്ന് ഞാൻ വിടൂല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വിടൂല, നടക്കത്തില്ല. പിന്നെ അങ്ങനെ ബസ് ഇറങ്ങിയാണ്ട് നേരെ പുരയ്ക്കലാണ് നടത്താട്ടോ കാണുന്നത്. ഇന്നൊരു പെട്ടി അൺബോക്സ് ചെയ്യാണ്ടായിനി. സാധാരണ എന്തെങ്കിലും സാധനം കൈ കിട്ടിയാൽ അപ്പോൾ കുത്തി തുറക്കുമായിനി. ബട്ട് ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനലൊക്കെ നമുക്ക് തുടങ്ങിയപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അങ്ങോട്ട് വെയിറ്റ് ചെയ്ത് ഇന്നലെ കിട്ടിയ ബോക്സാണ് ഇത് ഇപ്പോഴാട്ടോ ഓപ്പൺ ചെയ്യുന്നത്. നമ്മൾ ഈ 2025 സ്റ്റാർട്ടിങ്ങിലേ ഞാൻ വിചാരിച്ചതാണ് കുറച്ച് അങ്ങോട്ട് നന്നാവണം, പുതുതായിട്ട് എന്തെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങളൊക്കെ തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചു. ബട്ട് ഇതുവരെയായിട്ടും ഒരു മാറ്റമൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് ഒരു മാറ്റം സംഭവിച്ചിട്ടില്ലാത്തതാണ് സത്യം. അപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാട്ടോ ഈ മണി സേവിങ് ബോക്സ്. അതിലും പണിയിട്ട് മീശോന്ന് എനിക്ക് മാത്രം എന്താണെന്നാവും ഇങ്ങനെ വലിയ പണിയൊന്നുമല്ല, ആ സൈഡത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇളകി പോന്നീനു. സോ ഞാനതങ്ങോട്ട് ഒട്ടിച്ച് കൊടുത്ത് ഗം വെച്ചിട്ടിട്ടാ. സംഭവം എനിക്ക് കിട്ടിയത് ഒരു 257 രൂപക്കാണ്. അതിന് വേർത്താണ്. പിന്നെ ഇങ്ങനെ അങ്ങോട്ട് ഇരുന്നാൽ പോരല്ലോ, ഷഹറു റമളാൻ കുളി നിസ്കാരമൊക്കെ അല്ലേ. അപ്പോൾ നേരെ പോയിട്ടൊരു കുളി അങ്ങോട്ട് പാസ്സാക്കി. കുളി കഴിഞ്ഞിട്ട് ഉമ്മൻ്റെ നൈറ്റ് ഇട്ടിട്ടില്ല
ഉറപ്പാട്ടോ ഇത്. ഇപ്പോൾ ഇതാണ് എൻ്റെ കംഫർട്ട് ഡ്രസ്സ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോഴേക്കും നോമ്പ് തുറക്കാനുള്ള സമയമായി. അപ്പോൾ സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണ ഇരുത്താട്ടത്. നിഷ്മ എത്രാമത്തെ നോമ്പാണെന്ന്? മൂന്നാമത്തെ. എത്രാമത്തെ നോമ്പ്? 12ാമത്തെ നോമ്പ്. താങ്കൾ എത്ര നോമ്പ് നോറ്റു? ബാങ്ക് കാത്തുങ്ങാണ്ട് ഇരിക്കണ ഇരിപ്പാണിട്ടത്. ഓരോ മിനിറ്റും എണ്ണി നിൽക്കാക്കറി. ഇപ്പം കൊടുക്കും എന്ന് പറഞ്ഞങ്ങാണ്ടോ. അങ്ങനെ വെയിറ്റ് ആക്കി ഫൈനലി ബാങ്ക് കൊടുത്ത്. അങ്ങനെ നോമ്പൊക്കെ തുറന്നുങ്ങാണ്ട് ഇരിക്കുമ്പോഴാണ് അമ്മാൻ്റെ ചക്ക അങ്ങോട്ട് കൊടുന്നായിട്ടോ. സോ അതൊക്കെ അങ്ങോട്ട് അങ്ങോട്ട് തിന്ന് വയറാണ്ട് നിറച്ച്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ബാക്കിയുള്ള നമ്മളെ പരിപാടി നിസ്കാരം കാര്യങ്ങൾക്കൊക്കെ പോകണം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് പിന്നെ കുറച്ച് നേരം, ചില ദിവസങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ആക്കും, അല്ലാന്നുണ്ടെങ്കിൽ വെയിറ്റ് ആക്കൊന്നുമില്ല. അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ ചായയൊക്കെ കുടിക്കാൻ, ചായ മീൻസ് കുറച്ച് ഹെവി ഐറ്റംസ് പിന്നെ കഴിക്കാറ് കേട്ടോ. ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടായിരുന്നത്. സോ അതൊക്കെ അങ്ങോട്ട് കഴിച്ചു. ഇതെന്തെങ്കിലുമൊക്കെ വയറ്റിക്കണ്ട് എത്തുമ്പോഴത്തേന് വയറങ്ങോട്ട് ഫുള്ളാവട്ടോ. പിന്നെ ഒന്നിനും കഴിയില്ല. നമ്മൾ എന്ത് തിന്നാന്നുണ്ടെങ്കിൽ നമ്മളെ പൂച്ചാൾ അതേപോലെ ടേബിളിൻ്റെ അടിയിൽ ഇങ്ങനെ കാത്തിക്കുണ്ടാവട്ടെ. നമ്മൾ 4 ആൾ എപ്പോഴും ഒരുമിച്ചാണ് കഴിക്കൽ. ഇപ്പോൾ കുറച്ച് ദിവസം ഇവിടെ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് വല്ലാതെ അങ്ങോട്ട് ക്ഷീണമല്ല. അതിൻ്റെ മുമ്പൊക്കെ എൻ്റെ അല്ലോ ഭയങ്കര ക്ഷീണമായിട്ടാ. ഫുഡൊക്കെ കഴിച്ച് വയറ് നിറച്ചേക്ക് കുറച്ച് നേരം ഫോണിനെ അങ്ങോട്ട് കുത്തിയിട്ട് ഫോണിൻ്റെ വയറങ്ങോട്ട് നിറച്ചു കൊടുത്ത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം പുതിയാപ്പള്ളിനെ അങ്ങോട്ട് വിളിച്ചിട്ട് സംസാരിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ കിടന്നുറങ്ങിയാലോ വിചാരിച്ച് ഒരു 11-12 മണിയായപ്പോൾ ഞാൻ അങ്ങോട്ട് ഓഫായിട്ടോ. അപ്പോൾ ഓക്കേടാ, നാളത്തെ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.